Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ and birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹ്യ മാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരിവെള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ 78ാമത് സ്മരണ പുതുക്കി. കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ചു തുടങ്ങിയ ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ച് കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാട് കൂലോം താഴേക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി ദേവക്കൂത്ത് കെട്ടിയാടി. വെള്ളിയാഴ്ച നടന്ന ദേവക്കൂത്ത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മാടായിയിലെ MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത്. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി പയ്യന്നൂരെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി തെക്കുംപാട് തെയ്യം ക്രൂസ് പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചു. പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പദ്ധതി പാതിവഴിയിലായത്. പ്രവൃത്തി പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് M. വിജിൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹ്യ മാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരിവെള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ 78ാമത് സ്മരണ പുതുക്കി. കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ചു തുടങ്ങിയ ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ച് കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ മാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരിവെള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ 78ാമത് സ്മരണ പുതുക്കി നാട്. കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ച് തുടങ്ങിയ ചുവപ്പ് വോളണ്ടിയർമാരുടെ മാർച്ച് ഓണക്കുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി. അവിടെ നിന്ന് ബഹുജന മാർച്ചോടെ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുസ്ഥാൻ എന്നൊന്ന് ഭരണഘടനയിലില്ലെന്നും ന്യൂനപക്ഷം 1% പോലും അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതാണ് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിലുള്ളതെന്ന് P. രാജീവ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമുള്ളതാണ്. ഭൂരിപക്ഷത്തിന് അംഗീകരിക്കണം. അതാണ് ജനാധിപത്യം. ഒന്ന് ഹിന്ദുസ്ഥാൻ ഇല്ല ഇന്ത്യയിൽ. ഇപ്പൊ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ഇല്ല, ഇത് ഇന്ത്യ. ഭരണഘടനാ അസംബ്ലിക്കകത്ത് ചർച്ച വന്നു, ഇത് ഹിന്ദുസ്ഥാൻ. പലരും വാദിച്ചു ഹിന്ദുസ്ഥാൻ. ചിലർ പറഞ്ഞു അഖണ്ഡ ഭാരതം, ചിലർ പറഞ്ഞു ഭാരതഖണ്ഡം, ചിലർ പറഞ്ഞു ഭാരതവർഷം. പുരാണ വൈദിക ഉദ്ധരണികൾ എടുത്തുകൊണ്ട്, ചരിത്രത്തിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ ഗോപുരത്തിന്റെ ഔന്നിത്യമുള്ള മഹാരഥന്മാർ വാദമുഖങ്ങളാകെ നിരത്തി. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഏകകണ്ഠമായി തീരുമാനിച്ചു, ഇത് ഹിന്ദുസ്ഥാൻ അല്ല, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അതാണ് ആർട്ടിക്കിൾ 1.
ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഹിന്ദുസ്ഥാൻ എന്ന് കാണില്ല ഭരണഘടനയിൽ. മറിച്ച് തിരിച്ച് നിങ്ങൾ നോക്കിയോ, ഹിന്ദുസ്ഥാനില്ല, ഇന്ത്യ. അപ്പൊ ജഡ്ജി പറയാണ് ഹിന്ദുസ്ഥാൻ ഭൂരിപക്ഷത്തിൻ്റെതാണ്. അതല്ല ജനാധിപത്യം, അത് ഭൂരിപക്ഷ ഏകാധിപത്യമാണ്. 99% സീറ്റും 99% വോട്ടും കിട്ടി എന്ന് കരുതുക. അവശേഷിക്കുന്ന 1% അവകാശങ്ങൾ നിങ്ങൾ കവർന്നെടുത്തോ, അത് ജനാധിപത്യമല്ല. ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷനായി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CP മുരളി, TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, KV ബാബു, അഡ്വക്കേറ്റ് P സന്തോഷ്, KP ജ്യോതി, M രാമകൃഷ്ണൻ, V നാരായണൻ, V കുഞ്ഞികൃഷ്ണൻ, P രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സ്നേഹമുള്ള യക്ഷി നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തെക്കുംപാട് കൂലോം താഴേക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി ദേവക്കൂത്ത് കെട്ടിയാടി. വെള്ളിയാഴ്ച നടന്ന ദേവക്കൂത്ത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. മാടായിയിലെ MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത്. ഏറെ പ്രകൃതി രമണീയമായ പ്രദേശമാണ് മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. ദേവക്കൂത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഇന്ന്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നൊഴുകിയെത്തിയ ഭക്തർക്ക് അനുഗ്രഹവർഷവുമായി ദേവക്കൂത്ത് കെട്ടിയാടി. കേരളത്തിലെ സ്ത്രീ തെയ്യങ്ങൾ കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ തെക്കുംപാട് കൂലോം തായ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് നടനമാടിയത്. MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത്. 41 ദിവസത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിലാണ് വെള്ളിയാഴ്ച ദേവതയായി ദേവക്കൂത്തുമായി അരങ്ങിലെത്തിയത്. 2012 ഒരു നിയോഗം പോലെ തെയ്യങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ലോകത്തേക്ക് അംബുജാക്ഷി എത്തുന്നത്. ഇത് 8ാം തവണയാണ് തുടർച്ചയായി തെക്കുംപാട് കൂലോം ഭഗവതി ക്ഷേത്രത്തിൽ ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാടി എന്ന ദ്വീപിലെ അതിമനോഹരമായ സ്ഥലത്ത് ദേവലോകത്ത് നിന്ന് പൂക്കൾ ശേഖരിക്കാനെത്തിയ അപ്സര സ്ത്രീകളിൽ ഒരാൾ വള്ളിച്ചെടികളിൽ കുടുങ്ങി 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നാരദ മഹർഷി എത്തി ദേവലോകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ദേവക്കൂത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. ദേവക്കൂത്തിനോടൊപ്പം നാരദരും രംഗത്തെത്തി. വൻ ഭക്തജന തിരക്കാണ് ദേവക്കൂത്ത് കാണാൻ അനുഭവപ്പെട്ടത്. ഐതിഹ്യ പെരുമയിൽ ഇത്തവണയും തെക്കുംപാട് കൂലോം തായക്കാവിൽ ദേവക്കൂത്ത് കെട്ടിയാടി. ദേവക്കൂത്ത് കാണാൻ നിരവധി ആളുകളാണ് ഇത്തവണയും ക്ഷേത്രത്തിലെത്തിയത്. തെക്കുംപാട് നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി പയ്യന്നൂരെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു.
മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി തെക്കുംപാട് തെയ്യം ക്രൂസ് പ്രവർത്തികൾ പാതി വഴിയിൽ നിലച്ചു. പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പദ്ധതി പാതി വഴിയിലായത്. പ്രവൃത്തി പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ MLA. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തെക്കുംപാട് തെയ്യം ക്രൂയിസ് ടൂറിസം പ്രവർത്തനങ്ങൾ നിലച്ചു. സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന ദേവക്കൂത്തിലൂടെ ലോകശ്രദ്ധ നേടിയ സ്ഥലമാണ് തെക്കുംപാട് ദ്വീപ്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വളപട്ടണം പുഴ മുതൽ പഴയങ്ങാടി വരെ വിഭാവനം ചെയ്ത തെയ്യം ക്രൂയിസിന്റെ പ്രധാന ആകർഷണമായ തെക്കുംപാട് ദ്വീപിൽ 7.64 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ച് ടെൻഡർ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. ബോട്ട് ടെർമിനലിന് 2.89 കോടി, 2.5 കിലോമീറ്റർ പുഴയോര നടപ്പാതയ്ക്കും സൈക്കിൾ ട്രാക്കിനുമായി 1.51 കോടി, തെയ്യത്തിന്റെ ഐതിഹ്യവും ചരിത്രവും വിവരിക്കുന്ന മ്യൂസിയത്തിന് 5.66 ലക്ഷം, തെയ്യം പെർഫോമിംഗ് യാർഡിന് 1.16 കോടി, ഓപ്പൺ എയർ തിയേറ്ററിന് 44.13 ലക്ഷം, കരകൗശല നിർമ്മാണങ്ങൾക്കും വിൽപ്പനയ്ക്കുമായി ആർട്ടിസൻ ശാലയ്ക്കും ഓർഗാനിക് കിയോസ്കിനുമായി 38.49 ലക്ഷം, ടോയ്ലറ്റ് ബ്ലോക്കിനായി 22.67 ലക്ഷം, പാർക്കിംഗ് യാർഡിനു വേണ്ടി 40 ലക്ഷം എന്നിങ്ങനെ തുക നീക്കിവെച്ചിരുന്നു. സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രവൃത്തി നിലച്ചത്. ഇത് ഡിസംബർ 31, 2023 കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയത്നങ്ങളും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഇതിന് വന്ന് സ്റ്റേ എടുക്കുകയുണ്ടായി. സ്റ്റേ എടുത്തിട്ട് സ്റ്റേ ഇപ്പോഴും കിടക്കുകയാണ്, നിലവിൽ ഹൈക്കോടതി കിടക്കുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രൊജക്റ്റ് നമുക്ക് കേരള സ്റ്റേറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രാം തീയതി കംപ്ലീറ്റ് ആക്കിയില്ല, അവർ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുക. അങ്ങനെ 31 ഡിസംബർ 2023 ഈ പ്രൊജക്റ്റ് ഇല്ലാതായി. അതുകൊണ്ടാണ് ഇതേമാതിരി സ്കെൽട്ടനായിട്ട് ഇവിടെ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പദ്ധതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ പ്രവൃത്തി വീണ്ടും ആരംഭിക്കുമെന്ന് എം വിജിൻ MLA അറിയിച്ചു. തെക്കുംപാട് കൂലോത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം, ഒരു പ്രയാസം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു. മലനാട് റിവർ ക്രൂയിസ് പ്രൊജക്റ്റിന്റെ ഭാഗമായ വലിയ പ്രൊജക്റ്റാണ്. അത് നിലവിൽ അവസാനിച്ചു. പല ആവശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ആ പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ പരിമിതി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ചില ശ്രമങ്ങൾ MLA എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ തുകയിലേക്ക് വളരെ വേഗതയിൽ എത്തുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഫണ്ട് സമാഹരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിച്ച് നാടിന്റെ വികസനം സാധ്യമാക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടക്കുന്ന ഭവന നിർമ്മാണ പൂർത്തീകരണ ക്യാമ്പയിൻ പരിപാടിയോടനുബന്ധിച്ച് നഗരസഭാ ഹാളിൽ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ഭവനരഹിതരില്ലാത്ത പയ്യന്നൂർ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നഗരസഭ നടപ്പിലാക്കി വരുന്ന പദ്ധതിയിലൂടെ 12 ഘട്ടങ്ങളിലായി 824 ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുത്തത്. ഇതിനോടകം 688 വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പുതുവർഷാരംഭത്തിൽ 700 വീടുകൾ പൂർത്തീകരിച്ച് അതിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സജിത, TP സമീറ, കൗൺസിലർ K ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. 2025 മാർച്ച് അവസാനത്തോടുകൂടി നഗരസഭകത്തെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിസംബർ 21 ലോക ധ്യാന ദിനം. ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നേത്രരോഗ വിദഗ്ധനും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ട്രെയിനറും ശ്രീ രാമചന്ദ്ര മിഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററുമായ ഡോക്ടർ P. പുഷ്പാങ്കദൻ സംസാരിക്കുന്നു. ഈ വർഷം മുതൽ എല്ലാ വർഷവും ഡിസംബർ മാസം 21 തീയതി അന്താരാഷ്ട്ര മെഡിറ്റേഷൻ ദിനം അഥവാ ധ്യാന ദിനമായി കൊണ്ടാടുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. നാളെ നമ്മുടെ മുമ്പിൽ ആ ദിവസം ആഗതമായിരിക്കുകയാണ്. മെഡിറ്റേഷൻ്റെ പ്രാധാന്യം ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ, മെമ്പർ രാജ്യങ്ങൾ മനസ്സിലാക്കി എന്നത് നമുക്ക് ഏവർക്കും സന്തോഷിക്കാനുള്ള വകയാണ്. ധ്യാനത്തിൻ്റെ പ്രാധാന്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതും ഭാരതീയരാണ്. നമ്മളെല്ലാവരും
ധ്യാനത്തിൻ്റെ ഗുണം, മെഡിറ്റേഷൻ്റെ ഗുണം അറിയേണ്ടതാണ്. മനസ്സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം നമുക്ക് ഏകാഗ്രത, സമചിത്തത, മനോധൈര്യം, ചെയ്യേണ്ടത് ചെയ്യാനുള്ള ധൈര്യം, ക്ലാരിറ്റി ഓഫ് തോട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, സാർവലൗകിക സ്നേഹം, ഇതൊക്കെ ഈ മെഡിറ്റേഷൻ മൂലം നമ്മളിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇന്നത്തെ യുവജനങ്ങളായാലും കുട്ടികളായാലും പ്രായമുള്ളവരായാലും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം അത് ഏത് കാലഘട്ടത്തിലും ഉള്ളതാണ്. അതിനൊക്കെ അയവ് വരുത്താനും ജീവിതത്തെ യഥാവിധം കാണാനും ജീവിതത്തിലെ ദുരിതങ്ങളും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും എല്ലാം അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും മെഡിറ്റേഷൻ നമ്മെ സഹായിക്കും. ഈ രീതിയിൽ നമ്മളെല്ലാവരും നാളെ മെഡിറ്റേഷന് വേണ്ടി പങ്കെടുക്കണം. പയ്യന്നൂർ സെൻറ്റർ ശ്രീരാമചന്ദ്ര മിഷൻ പ്രാന്തൻചാലിലുള്ള മെഡിറ്റേഷൻ സെൻറ്ററിൽ രാവിലെ 7:30 1 മണിക്കൂർ നേരത്തെ മെഡിറ്റേഷൻ സെഷൻ നടത്തുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പയ്യന്നൂർ ഹാൻഡെക്സിന്റെ നവീകരിച്ച ഷോറൂം കൊക്കാനിശ്ശേരി കരിഞ്ചാമുണ്ടി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 50 വർഷത്തിലധികമായി പ്രവർത്തിച്ചിരുന്ന ഹാൻഡെക്സ് പയ്യന്നൂർ ഷോറൂം നവീകരണം നടത്തി കൂടുതൽ സൗകര്യത്തോടെ കൊക്കാനിശ്ശേരി കരിഞ്ചാമുണ്ടി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ റിബേറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. റീജിയണൽ മാനേജർ V ജയപ്രകാശൻ, മാനേജർ മിനി, രാജൻ C, VK വിജയൻ, ബാലകൃഷ്ണൻ, സുകേഷ്, അംബിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാർക്ക് തവണകളായി അടവിൽ കൈത്തറിത്തുണി ലഭ്യമാക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. പരമ്പരാഗത ഇനങ്ങൾ സാരി, ഡബിൾ ധോത്തി, ബെഡ്ഷീറ്റ്, ടവൽ, കൈലി, വിവിധ വർണ്ണങ്ങളിൽ ഒറ്റമുണ്ടുകൾ, നാപ്കിൻ, കോട്ടൺ തോർത്ത് എന്നിവയ്ക്കൊപ്പം കമാൻഡോ ഷർട്ടുകളും ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉണർവില്ലാതെ ഒരു ശബരിമല സീസൺ കടന്നുപോകുന്നു. ഇത്തവണ കച്ചവടം വളരെ കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ കാര്യങ്ങളിൽ പലതിലും വിലക്ക് വന്നതും കച്ചവടത്തെ ബാധിച്ചിരിക്കുകയാണ്. വലിയ ഉണർവില്ലാതെ ഒരു ശബരിമല സീസൺ കൂടി കടന്നു പോകുന്നു. മണ്ഡലകാല വിപണിയിൽ വലിയ അനക്കമില്ലാത്തത് കച്ചവടക്കാരെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. മാല, പൂജാദ്രവ്യങ്ങൾ, ഇരുമുടി സാധനങ്ങൾ, കറുപ്പു വസ്ത്രങ്ങൾ തുടങ്ങിയവ കടകളിൽ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കച്ചവടം നന്നേ കുറവാണെന്ന് സ്വാമിമുക്കിലെ വ്യാപാരി പറയുന്നു. ശബരിമല സീസണിൽ നമുക്ക് കച്ചവടം കുറവാണ്. സ്വാമിമാർ നമ്മളെ ഈ ഏരിയയിലെല്ലാം കുറച്ച് കുറവാണ് കാണുന്നത്. സാധാരണ ഇങ്ങനെയല്ല, നല്ല കച്ചവടം ഉണ്ടാകുന്നതാണ്. നമ്മളിങ്ങനെ പൂജാ സാധനങ്ങളും കാര്യങ്ങളെല്ലാം നല്ലൊരു വിറ്റൊഴിക്കുന്ന ഒരു സമയമാണ് നമ്മളെ ശബരിമല സീസൺ. പൊതുവേ ശബരിമല സീസണിൻ്റെ മാത്രമല്ല, എല്ലാം കൊണ്ടുള്ള ബിസിനസ് മൊത്തത്തിൽ കച്ചവടക്കാർക്കെല്ലാം വളരെ മോശമാണ്. തുലാമാസത്തിന്റെ അവസാനം തന്നെ സാധാരണ ധാരാളം ആവശ്യക്കാർ എത്താറുണ്ട്. എന്നാൽ ഇത്തവണ ആവശ്യക്കാർ നന്നേ കുറവായതു കാരണം കച്ചവടം 10% താഴെയാണ്. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ കാര്യങ്ങളിൽ പലതിലും വിലക്ക് വന്നതും കച്ചവടത്തെ ബാധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ആഘോഷ പരിപാടികൾ ഒരുക്കി ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകൾ അടച്ചു. പുൽക്കൂടൊരുക്കിയും ക്രിസ്തുമസ് കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് വിദ്യാലയങ്ങൾ 10 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത്. ക്രിസ്തുമസ് ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 12 അംഗനവാടി കുരുന്നുകളെ പങ്കെടുപ്പിച്ച് ജിംഗിൾ ബെൽസ് കലാപരിപാടികൾ അരങ്ങേറി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അംഗൻവാടികളിലെ കുട്ടികളും വിവിധ പരിപാടികൾ വേദിയിൽ അവതരിപ്പിച്ചു. കരോൾ ഗാനവും രക്ഷകന്റെ പിറവി ദൃശ്യാവിഷ്കാരവും അരങ്ങിലെത്തി. വിവിധ ക്ലാസുകളിലെ കുട്ടികളുടെ നൃത്തങ്ങൾക്ക് പുറമെ 100-ൽ പരം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ നൃത്തവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. അംഗനവാടി കുട്ടികൾക്ക് തൊപ്പികളും പുസ്തകങ്ങളും സമ്മാനങ്ങളും സ്കൂൾ അധികൃതർ നൽകി. ക്രിസ്തുമസ് ആഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, ജാസ്മിൻ തോമസ്, K സുൽഫാനത്ത്, KV മുരളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ
വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പയ്യന്നൂർ KKS GVHSS വിദ്യാലയത്തിലെ അർജുൻ KA, തൈക്കൊണ്ട സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയ മുഹമ്മദ് സഹദ്, സുബ്രത കപ്പ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയ ഫറാസ്, സ്റ്റേറ്റ് വൊക്കേഷണൽ എക്സ്പോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗൗതം കൃഷ്ണ CV, ഹരിനന്ദൻ P, സംസ്ഥാന സ്കൂൾ കായികമേള കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് ടീം അംഗമായ ഋതിക P എന്നിവരെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. രംഗത്തായാലും സാക്ഷരതാ രംഗത്തായാലും ഇതിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. PTA പ്രസിഡന്റ് ചന്ദ്രൻ M ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സതീഷ് കുമാർ MB, ഹെഡ്മിസ്ട്രസ് ശ്രീലത K, VHSS പ്രിൻസിപ്പൽ ബിന്ദു CK, SMC ചെയർമാൻ ശശീന്ദ്രൻ മാസ്റ്റർ, ഷീജ K, രഘു K, ഷിജു KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 27ാമത് സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2024 ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂരിൽ വെച്ച് നടക്കും. 23 സംസ്ഥാന ടീമുകൾ പങ്കെടുക്കും. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 600ഓളം അത്ലറ്റുകളും 100ഓളം ഒഫീഷ്യലുകളും അണിനിരക്കും. ഇതാദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും കായിക മത്സരത്തിന്റെ ദേശീയ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത്. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളും സഹൃദയ തൃക്കരിപ്പൂരും ആതിഥ്യമരുളുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. VK ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. M സുരേഷ്, മുഹമ്മദ് റാഫി, VS അനുപ്രിയ എന്നിവർ മുഖ്യാതിഥികളാകും. സെപക് താക്രോ ഫെഡറേഷന്റെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. കുന്നച്ചേരി ശ്രീ പൂമാല കലാസംഘം കലാപരിപാടികൾ അവതരിപ്പിക്കും. വിവിധ സംസ്ഥാന ടീമുകളുടെ മാർച്ച് പാസ്റ്റ് വൈകുന്നേരം 4:30 ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. 22 രാവിലെ 8 മണി മുതൽ മത്സരങ്ങൾ തുടങ്ങും. ദിവസവും രാവിലെ 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയും മത്സരങ്ങളുണ്ടാകും. ടീം, രഘു, ക്വാർട്ടന്റ്, ഡബിൾ എന്നിങ്ങനെ 4 ഇവന്റുകളിലായി മത്സരങ്ങൾ നടക്കും. ഇതിൽ ഓരോന്നിലും ചാമ്പ്യന്മാരെ നിശ്ചയിക്കും. 26 രാവിലെ ഫൈനൽ മത്സരങ്ങളോടെ ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. VK ബാവ, VBP മുസ്തഫ, KV ബാബു, C സുനിൽകുമാർ, VPU മുഹമ്മദ്, K മധുസൂദനൻ, രജീഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സഹൃദയ കുണ്ടയം കോവൽ ആതിഥ്യമരുളുന്ന ഭരത് മുരളി നാടകോത്സവം ഡിസംബർ 23 ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിൻ്റെ 10ാമത് ഭരത് മുരളി നാടകോത്സവം ഈ 2024 ഡിസംബർ 23 മുതൽ 27 വരെ കുണ്ടങ്കൽ വെച്ച് നടക്കുകയാണ്. പ്രൊഫസർ MM നാരായണ മാഷെ സാംസ്കാരിക പ്രഭാഷണത്തോടുകൂടിയാണ് ഇപ്രാവശ്യത്തെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ഓഫീസ് നടൻ ഉണ്ണിരാജയാണ് നിർവഹിച്ചിട്ടുള്ളത്. കുണ്ടയംകോവൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം ആതിഥ്യമരുളുന്ന 10ാമത് ഭരത് മുരളി നാടകോത്സവം ഡിസംബർ 23 മുതൽ 27 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയജാൽ ഗവൺമെന്റ് LP സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം അരങ്ങേറുന്നത്. 23-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതോടെ നാടകരാവുകൾക്ക് തിരിതെളിയും. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് അമ്പലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം അരങ്ങിലെത്തും. തുടർ ദിവസങ്ങളിൽ KPSCയുടെ ഉമ്മാച്ചു, തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക്, മലബാർ നാടകവേദിയുടെ ഓട്ടക്കാലണ എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും. 27-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് നീലാംബരിയുടെ ഗാനമേള അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ KP കണ്ണൻ, കോക്കാട് നാരായണൻ, T ദിവാകരൻ മാസ്റ്റർ, C രമേശൻ, രാംജി കാങ്കോൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. LIC ഏജൻസി ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സ്ഥാപക ദിനം ആചരിച്ചു. പയ്യന്നൂർ ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് CK സജീവൻ പതാക ഉയർത്തി. വളരെ ദേശാഭിമാന പ്രചോദിതമായ ഒരു ഭൂതകാല ചരിത്രം ഉള്ള പ്രസ്ഥാനമാണ് ഒരുപക്ഷേ ചരിത്രത്തിൻ്റെ ആദ്യ
LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സ്ഥാപക ദിനം ആചരിച്ചു. പയ്യന്നൂർ ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് CK സജീവൻ പതാക ഉയർത്തി. CITU നേതാവ് KU രാധാകൃഷ്ണൻ കേന്ദ്ര ധനമന്ത്രിക്കുള്ള മെമ്മോറാണ്ടം ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. C സുനിത, AP മുരളീധരൻ, T രാമചന്ദ്രൻ, M ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലസാറോ അക്കാദമി പയ്യന്നൂരിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സനൽലാൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ രമ്യ ജോബി, വൈസ് പ്രിൻസിപ്പൽ നയന P, ഡിപ്പാർട്ട്മെന്റ് ഹെഡായ സ്വാതി, കരിഷ്മ, മഞ്ജുഷ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അക്കാദമിക് ലീഡർ തുഫൈലിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. കേക്ക് കട്ടിങ്ങും തുടർന്ന് നടന്ന സംഗീത വിരുന്നോടുകൂടി ക്രിസ്മസ് ആഘോഷത്തിന് സമാപനമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അധിനിവേശ സസ്യ നിർമ്മാർജ്ജന യത്നത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അധിനിവേശ സസ്യനിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായി. പെരളം AKG വായനശാലയ്ക്ക് സമീപത്ത് പാടത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ നിർവഹിച്ചു. ഇവിടെ കാണുന്ന ഈ ചെറിയ ഒരു കണ്ടം, അത് മുഴുവനും ഈ സസ്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിദഗ്ധനായിട്ടുള്ള നമ്മളെ AV നാരായണൻ പറഞ്ഞത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അയാളുടെ ഒരു ഗവേഷണം, അതോടൊപ്പം തന്നെ PV നാരായണ മാഷും ഇതിൽ വലിയ ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ തുടക്കം ഇടുന്നത്. ഏതായാലും മറ്റ് സസ്യങ്ങളെ, മറ്റ് കൃഷികളെയെല്ലാം നശിപ്പിക്കുന്ന നിലയിൽ ഒരു ധൃതരാഷ്ട്രപക്ഷ. ചടങ്ങിൽ വാർഡ് മെമ്പർ രമേശൻ അധ്യക്ഷത വഹിച്ചു. C ബാലകൃഷ്ണൻ, MSc നാരായണൻ മാസ്റ്റർ, A ഷീജ, AV നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല അണ്ടർ-15 ബോയ്സ് പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി മുൻകാല കായിക താരവും സംഘാടകനുമായ AK ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. പയ്യന്നൂർ ഷട്ടിൽ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല അണ്ടർ-15 ബോയ്സ് പ്രൈസ് മണി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനിയാഴ്ച നടക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി മുൻകാല കായിക താരവും സംഘാടകനുമായ AK ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T വിശ്വനാഥൻ പൊന്നാടി അണിയിച്ചു. K ഫൽഗുനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M നൌഷാദ് സ്വാഗതം പറഞ്ഞു. ശനിയാഴ്ച CRM ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരങ്ങൾ തുടങ്ങും. രാവിലെ 11 മണിക്ക് പയ്യന്നൂർ DYSP K വിനോദ്കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കായിക താരങ്ങളെ ആദരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാളികേരത്തിന് ക്ഷാമം നേരിട്ടതോടെ കൊപ്രയ്ക്ക് വില വർദ്ധിച്ചു. ഇതോടെ വെളിച്ചെണ്ണയ്ക്കും തീവില. കാലാവസ്ഥാ മാറ്റം നാളികേര ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചതാണ് പ്രധാന കാരണം. നാളികേര ക്ഷാമം വെളിച്ചെണ്ണ വില കുത്തനെ ഉയർത്തി. നാളികേര ഉൽപാദനം ഇനിയും കുറയുമെന്ന വിലയിരുത്തലാണ് വില ഉയരാൻ കാരണമായി കാങ്കോലിലെ വെളിച്ചെണ്ണ വ്യാപാരി പറയുന്നത്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉൽപാദനം കുറവായതാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഇതുമൂലമാണ് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നത്. ദക്ഷിണേന്ത്യയിലാകെ ഇക്കുറി ഉൽപാദനം കുറയുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ വിളവെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ പച്ചത്തേങ്ങയുടെ ലഭ്യത കുറവാണ്. ഉൽപാദനം ചുരുങ്ങിയത് കൊപ്രയുടെ ലഭ്യതയെയും ബാധിച്ചു. കൊപ്ര ക്വിന്റലിന് 14,500 രൂപയാണ് വിപണി വില. വെളിച്ചെണ്ണ കിലോ 270 രൂപയിൽ എത്തി നിൽക്കുന്നു. ഇനിയും വില ഉയരാനാണ് സാധ്യത. തേങ്ങയുടെയും കൊപ്രയുടെയും വരവ് കുറവായതുകൊണ്ടാണ് ദിനം പ്രതി വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നത്. ഇപ്പോൾ
വെളിച്ചെണ്ണ വില 250-ലും കൊപ്ര 15,000-ലും ഇപ്പോൾ നടക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടോന്താർ ഇടമന UP സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേള വിജയികൾക്കുള്ള അനുമോദനം NK സുജിത്തും കലാമേള വിജയികൾക്കുള്ള അനുമോദനം NV പ്രീതയും നിർവഹിച്ചു. ചടങ്ങിൽ PP രാജേഷ് അധ്യക്ഷത വഹിച്ചു. TK ജയേഷ്, SK കൃഷ്ണപ്രഭ, KP ശ്രീജ, K ഭവാനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ BEM LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി ഓഫീസർ സിന്ധു TA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BEM LP സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ഉച്ചഭക്ഷണ പദ്ധതി ഓഫീസർ സിന്ധു TA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ റവറൻ റെയ്മൻ വില്യം ക്രിസ്തുമസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് രഘു KV അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ മണിയറ ചന്ദ്രൻ, കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പ്രതിനിധി ബാബു EA, മദർ PTA പ്രസിഡന്റ് രമ്യ അനൂപ്, ഹെഡ്മിസ്ട്രസ് ലസിത സാമുവൽ, സീനിയർ അസിസ്റ്റന്റ് U രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധങ്ങളായ ക്രിസ്തുമസ് പരിപാടികൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യമാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരിവെള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ 78ാമത് സ്മരണ പുതുക്കി. കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ചു തുടങ്ങിയ ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ച് കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാട് കൂലോം താഴേക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി ദേവക്കൂത്ത് കെട്ടിയാടി. വെള്ളിയാഴ്ച നടന്ന ദേവക്കൂത്ത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മാടായിയിലെ MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയത്. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി പയ്യന്നൂരെ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി തെക്കുംപാട് തെയ്യം ക്രൂസ് പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചു. പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പദ്ധതി പാതിവഴിയിലായത്. പ്രവൃത്തി പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് M വിജിൻ MLA. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.